കഴിഞ്ഞ ദിവസം അലാസ്കയിൽ വെച്ച് ഒടുവിൽ ട്രംപും പുടിനും തമ്മിൽ കണ്ടിരിക്കുന്നു, കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷം എന്തൊക്കെ തീരുമാനങ്ങളാണ് ട്രംപ് എടുത്തത്? ട്രംപും പുടിനും തമ്മിലുള്ള ഈ ഒരു കൂടിക്കാഴ്ചയ്ക്കുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ്? കാരണങ്ങളെന്ന് ചോദിച്ചാല് ഈ പറഞ്ഞ പോലെ കൂടിക്കാഴ്ച നടത്തി റഷ്യയെ ഒരുപക്ഷെ ഒറ്റപ്പെടുത്തുന്ന ഒരവസ്ഥയിൽ നിന്ന് പിന്മാറ്റിയില്ലെങ്കിൽ അമേരിക്കയുടെയും നാറ്റോ രാജ്യത്തിന്റെയും G27 രാജ്യങ്ങളുടെയും പണി തീരും. അത് മനസ്സിലായതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ചർച്ചയ്ക്ക് പലവട്ടം ചർച്ചയ്ക്ക് വിളിച്ചു. പക്ഷെ ഇപ്പം വീണ്ടും പ്രഷർ ചെലുത്തി, പല രീതിയിലുള്ള പ്രഷർ ചെലുത്തി അത്തരത്തിലൊരു ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം, ഇതിനകത്ത് വലിയൊരു കാര്യം ഉരുത്തിരിഞ്ഞു. ഏറ്റവും അവസാനം കളിച്ച കളി കയറി കൊണ്ടത് എവിടാണെന്നറിയാം. നമ്മുടെ ഈ യുദ്ധം നിർത്തുന്നതിന് വേണ്ടി ഇടപെടിക്കുന്നതിന് വേണ്ടി ഒരുപക്ഷെ നമ്മളെ ഭയപ്പെടുത്തി റഷ്യയുമായിട്ടുള്ള ഡീലുകൾ നിർത്തണം, ഏറ്റവും അവസാനം നിർത്തുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് താരിഫ് ഏർപ്പെടുത്തിയതിനു ശേഷം ഒരു കൂട്ടായ്മ ഉണ്ടായി, റഷ്യ, ഇന്ത്യ, ചൈന. ഈ റഷ്യ, ഇന്ത്യ, ചൈന ഒരു കൂട്ടായ്മ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ബ്രിക്സിന്റെ കൂട്ടായ്മയ്ക്കകത്തൊരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇറങ്ങി നിന്നപ്പോൾ ഉണ്ടായ ഒരു ശക്തിയും കൂടെ വന്നപ്പോഴത്തേന് G7 രാജ്യങ്ങളുടെയും നാറ്റോ രാജ്യങ്ങളുടെയും അമേരിക്കയുടെയും, ഒരുപക്ഷെ ട്രംപ് പൊട്ടനാന്നൊക്കെ നമ്മൾ പറയുന്നെങ്കിലും ട്രംപിന് മനസ്സിലായി കളി കയ്യിൽ നിന്ന് പോകുന്ന ഒരവസ്ഥയുണ്ട്. അതിനു വേണ്ടി ഇപ്പൊ രണ്ടുപേർക്കും ചർച്ച, ഈ രണ്ട് രാജ്യങ്ങൾക്കും ചർച്ചയുടെ ആവശ്യമുണ്ട്. കാരണം ഇതിങ്ങനെ വഷളായി പോയാൽ യൂറോപ്യൻ രാജ്യങ്ങൾക്കകത്ത് ഇപ്പൊ റഷ്യക്ക് ഉണ്ടായിരുന്ന ഒരു സ്വാധീനം, ഇവരൊക്കെ ന്യായമൊക്കെ പറയുമ്പോഴും കച്ചവടമുണ്ട്, മറിച്ച് KTRക്ക് മറ്റത് മറിച്ചതൊക്കെ ഉണ്ടല്ലോ. കഴിഞ്ഞ ദിവസം നമ്മുടെ ജയശങ്കർ കാണിച്ചില്ലേ, ഇയാളൊക്കെ കച്ചവടം ചെയ്യുന്ന, അമേരിക്ക ഉൾപ്പെടെ ന്യായം പറയുന്നിടത്ത് റഷ്യയുമായിട്ടുള്ള കച്ചവടവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പൊ ഇതിങ്ങോട്ട് ടൈറ്റായി പോയാൽ, പ്രശ്നത്തിലേക്ക് പോയാൽ, അല്ലെങ്കിൽ വിഷയത്തിലേക്ക് പോയാൽ ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്കകത്ത് റഷ്യക്കുള്ള സ്വാധീനം റഷ്യ കുറഞ്ഞാൽ റഷ്യക്കും അത് കുഴപ്പമാകും. രണ്ടാമത് അങ്ങനെ കുറയുന്ന ഒരവസ്ഥ വന്നാൽ, അത്തരത്തിൽ കടുംപിടുത്തത്തിലേക്ക് പോയാൽ ഈ നീക്കം വളരെ കൂടുതലായിട്ട് ബലം വെച്ച് മുന്നോട്ട് പോയാൽ നിലനിൽപ്പിന്റെ ഭാഗമായിട്ട് ജിയോ പൊളിറ്റിക്സ് വളരെ കൃത്യമായിട്ട് കളിക്കാൻ അറിയാവുന്ന രാജ്യങ്ങൾ ആകുന്ന 3 പേർ ഒന്നിക്കുന്ന ഒരവസ്ഥ വന്നാൽ ഇത്രയും കാലത്തിനകത്ത്, ഒരു ശീതയുദ്ധ കാലത്തിന് ശേഷം വളരെ കാലങ്ങളായിട്ട് ഈ ലോകത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നതും അത് സാമ്പത്തികമായിട്ട് ഏറ്റവും ഉയർച്ചയിൽ നിൽക്കുന്നതും അല്ലെങ്കിൽ സൈനികമായിട്ട് ഏറ്റവും ഉയർച്ചയിൽ നിൽക്കുന്നതും ഈ പറയുന്നത് പോലെ ഈ യൂറോപ്യൻ രാജ്യങ്ങളും G7 രാജ്യങ്ങളും ഒരുപക്ഷെ അമേരിക്കയും ഒക്കെ ഭയപ്പെടാതെ നമുക്ക് മുന്നോട്ട് പോകാൻ ഒക്കുമോ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിനകത്ത് അവരൊരു തിട്ടൂരം ഏർപ്പെടുത്തിയാൽ, അവരൊരു പ്രശ്നം ഏർപ്പെടുത്തിയാൽ കുഴപ്പമാകുമോ എന്നുള്ള രീതിയിൽ നിന്ന് വ്യത്യാസം വരുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി. ഇത് വളരെ ബുദ്ധിമായിട്ട് മനസ്സിലായി. ബ്രിക്സിനകത്ത് ഈ പറയുന്നത് പോലെ ബ്രസീൽ എടുക്കുന്ന നിലപാട്, ഈ ചൈന പല്ലപ്പല്ലി ആണെങ്കിൽ അവസാനം നിവൃത്തി കണ്ടപ്പോൾ ചൈന എടുത്ത ഒരു നിലപാട്, താരിഫ് കൊണ്ടുവന്നത് ചൈന പറഞ്ഞില്ല ഇനിയിപ്പോ റെയർ മെറ്റീരിയൽസ് കൊടുക്കുന്നില്ല, അതുകൊണ്ടാണല്ലോ ഇപ്പൊ 30%, നമുക്ക് 50% തന്നത്. ഇനി ഇന്ത്യ എടുക്കുന്ന നിലപാട്, ഇന്ത്യ എടുത്ത നിലപാടിനകത്ത് അമേരിക്കക്കകത്തുണ്ടായ പ്രശ്നങ്ങൾ നിങ്ങൾക്കറിയാം. അമേരിക്ക വിലക്കയറ്റം തുടങ്ങി, ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞതല്ലേ. ഇന്ത്യയിൽ നിന്ന് സാധനങ്ങൾ ചെല്ലുന്നില്ല, അല്ലെങ്കിൽ സാധനങ്ങൾ ചെല്ലാത്ത, അല്ലെങ്കിൽ തീരുമാനിച്ചിട്ട് എത്ര ദിവസമായി? 25% ഉള്ളൂ. 25% ആയപ്പോ തന്നെ അവിടെ വിലക്കയറ്റം ഉണ്ടായി. അവിടെ ഞാൻ കഴിഞ്ഞ ഒരു ടോക്കിനകത്ത് പറഞ്ഞ പോലെ ജിയോ പൊളിറ്റിക്സിനകത്ത് അവിടെ നമ്മൾ വിചാരിക്കുന്ന പോലെ വളരെ വലിയ രാജ്യം, ഏറ്റവും സമ്പന്ന രാജ്യം, ഒരുപക്ഷെ ഒന്നാമത്തെ ഈ സമ്പന്ന രാജ്യമായിട്ടുള്ള അമേരിക്കയും രണ്ടാമത്തെ സമ്പന്ന രാജ്യമായിട്ടുള്ള ചൈനയും കൊണ്ട് GDP ലെവൽ നോക്കുമ്പോൾ തന്നെ വളരെ അന്തരമുണ്ട്. പക്ഷേ അവിടെ പട്ടിണി കിടക്കുന്നത് വളരെ കൂടുതലാണ്. $1 മോട്ടിക്കുന്നവൻ ഇന്ത്യയിലില്ല. ഇവിടുന്ന് $1 തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്ന ഒരു ഭിക്ഷക്കാരനും ഇന്ത്യയിലില്ല, നിങ്ങൾക്കറിയാമോ? പക്ഷെ $1 മോട്ടിക്കുന്ന നമ്മുടെ ഇവിടുത്തെ $1 എന്ന് പറയുന്ന കണക്കെ അവിടുത്തെ $1 മോട്ടിക്കുന്ന ആൾക്കാരെ ഒരു ദിവസം ആയിരക്കണക്കിന് ആൾക്കാരെ അറസ്റ്റ് ചെയ്യുന്ന രാജ്യമായിട്ട് അമേരിക്ക വളരെ കാലം മുമ്പ് മാറിയിട്ടുള്ളതാണ്. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. ഇപ്പൊ ഈ രാജ്യത്തിലെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. അവിടെ ഈ പട്ടിണി കിടക്കുന്നവരുണ്ട്. ആ പട്ടിണി കിടക്കുന്നവന് സമ്പത്തില്ല. ലോകത്തെ ഏറ്റവും മുമ്പ് നിൽക്കുന്ന 50 കോടീശ്വരന്മാരുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ 35 അമേരിക്കയിൽ നിന്നാണെങ്കിൽ, അല്ലെങ്കിൽ 28 അമേരിക്കയിൽ നിന്നാണെങ്കിൽ, അതുപോലെ ദരിദ്രവാസികൾ ഉള്ള സ്ഥലമാണ്. അവരവിടെ ജീവിക്കണം. അവൻ റോഡിൽ ഇറങ്ങിയാൽ, അവൻ പ്രക്ഷോഭണം ഉണ്ടാക്കിയാൽ, അവൻ പ്രശ്നം ഉണ്ടാക്കിയാൽ എല്ലാം വലിയ പ്രശ്നമാകും. ഇത് മനസ്സിലാക്കി. മാത്രമല്ല ഈ വോട്ടർമാർ ആരുടെ വോട്ടർമാരാ? ഈ വോട്ടർമാർ ഏറ്റവും കൂടുതലായിട്ടുള്ളത് ട്രംപിന്റെയാ. അതൊക്കെ മനസ്സിലായി. അപ്പൊ ട്രംപ് ഇത് എന്ത് കണ്ടുകൊണ്ട് കളിക്കുവാന്ന് അറിയത്തില്ല. കളി എന്തായാലും പാലും വെള്ളത്തിൽ കിട്ടി. അതായത് ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നം, ഇന്ത്യ കയറി ഞെരുക്കാൻ തുടങ്ങിയപ്പോൾ, ഇന്ത്യ വിട്ടുകൊടുക്കാത്ത ഒരവസ്ഥ വന്നപ്പോൾ വീണ്ടും പ്രശ്നം. ഇന്നലെ തന്നെ ഈ ചർച്ചയ്ക്ക് മുമ്പ് അവിടുത്തെ അമേരിക്കൻ വക്താവ് പറഞ്ഞു കേട്ടില്ലേ, ഞങ്ങൾ ഈ ചർച്ച തീർന്നില്ല, ഇന്ത്യയുടെ താരിഫ് 100% ആക്കും. അപ്പൊ മനസ്സിലായല്ലോ താരിഫ് ഉണ്ടാക്കിയതിന്റെ പുറകിൽ എന്താണെന്ന്. അപ്പൊ ഇവനെയൊക്കെ ഒരു കാലത്ത് ഇനി വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയില്ല. അങ്ങനെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയിൽ ഉള്ള ഒരു ഇന്ത്യ ഇനിയും കാണത്തുമില്ല. വിശ്വസിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയാം. കാരണം നമ്മളൊക്കെ വിശ്വസിച്ച് കാണും. നരേന്ദ്രമോദി ഇവനെയൊക്കെ വിശ്വസിക്കത്തില്ല.
നരേന്ദ്രമോദിക്ക് 75 വയസ്സോളം വരുന്നുണ്ടല്ലോ. അദ്ദേഹം ഭരണത്തിൽ 10-25 കൊല്ലം കൊണ്ട് ഭരണത്തിൽ ഇരിക്കുന്നു. അത് ഒരുപക്ഷെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് 11 കൊല്ലം കൊണ്ടും അതിനു മുമ്പ് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടൊക്കെ ഇരുന്നപ്പോഴും ജിയോ പൊളിറ്റിക്സിലും ലോക പൊളിറ്റിക്സിലും ഒക്കെ ഈ പറയുന്ന രാജ്യങ്ങളെ അവരുടെ നീക്കങ്ങളെയൊക്കെ കണ്ട് വളരെ ആഴത്തിൽ പഠിച്ചിട്ടുള്ള. അപ്പം സൗഹൃദമായിട്ട് പോകുന്നു എന്ന് വെച്ച് പൂർണ്ണമായിട്ടും വിശ്വസിച്ച് പോകുന്ന ഒരു അവസ്ഥയൊന്നും ഒരിക്കലും ഉണ്ടായിട്ടുണ്ടാവാനുള്ള സാധ്യത എനിക്കില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പൊ എന്തിനീ ചർച്ച എന്ന് ചോദിച്ചാൽ ചർച്ച വേണ്ടി വരും. അല്ലെങ്കിൽ ഇപ്പോഴത്തെ നീക്കം, ആ നീക്കത്തിനകത്ത് ആ നീക്കത്തിനകത്ത് ഒരുപക്ഷെ ഇന്ത്യ എടുക്കുന്ന നിലപാട്, ആ നീക്കത്തിൽ ഇവർ കൈവിടുന്നു, അല്ലെങ്കിൽ ഇവരുടെ കൂടെ അല്ലാതെ കൂടെ യുദ്ധം നിർത്തിയില്ലെങ്കിൽ ഇവരുടെ കൂടെ നിൽക്കുന്നവരെ എല്ലാം കുഴപ്പത്തിലാക്കും എന്ന് പറഞ്ഞിട്ട് ഒരു വിരട്ടൽ ട്രംപിന്റെ ഭാഗത്തുനിന്നും അമേരിക്കയുടെ ഭാഗത്തുനിന്നും G7 രാജ്യങ്ങളുടെ ഭാഗത്തുനിന്നും, അതിനകത്ത് നാറ്റോ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും വരുമ്പോൾ ഈ രാജ്യങ്ങൾ മാറി നിൽക്കുമ്പോൾ വിട്ടുകൊടുക്കാതെ ആദ്യം നിൽക്കുന്ന ഒരു രാജ്യമായിട്ട് റഷ്യ നേരത്തെ നിൽക്കുന്നു. അതിന്റെ കൂടെ ഇന്ത്യയും കൂടെ ചേർന്ന് കൂടെ ചൈനയും കൂടെ വന്നപ്പോഴത്തേന് അമേരിക്കയുടെ ഏകാധിപത്യ സംവിധാനത്തിനകത്തുനിന്ന് അമേരിക്ക വഴുതി മാറും, അല്ലെങ്കിൽ നാളെ കാലത്തെ ഇല്ലാതാകും. അതിനകത്ത് കറൻസി ഉൾപ്പെടെ ഉള്ളത് ചർച്ച ചെയ്യുന്നു. മാത്രവുമല്ല, തുലനം ചെയ്യുമ്പോൾ നാറ്റോയും ഒരുപക്ഷെ ബ്രിക്സും കൂടെ തുലനം ചെയ്യുമ്പോൾ ഓരോ ദിവസവും ബ്രിക്സിനകത്ത് നിൽക്കുന്നവരുടെ ശക്തി 3 പേര് മാത്രം ഒന്നിച്ചു നിൽക്കുന്നു എന്ന് തോന്നിയാൽ ലോകം മൊത്തവും ബ്രിക്സിന്റെ കൂടെ പോകും. ലോകം മൊത്തവും ബ്രിക്സിന്റെ കൂടെ പോകും എന്ന് പറഞ്ഞാൽ, ലോകം മൊത്തം എന്ന് പറഞ്ഞാൽ ഞാനൊരു അഴകിന് വേണ്ടി പറഞ്ഞ, നാറ്റോ രാജ്യങ്ങൾക്ക് അപ്പുറം പോവും ബ്രിക്സ്. അത് മനസ്സിലായി. ആ ഒരു അപ്പുറം പോക്കിലേക്ക്, ആ ഒരു അപ്രമാദത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു തോന്നലിലേക്കും അതിലേക്കും വന്നു എന്ന് ലോകക്രമത്തിലുള്ള രാജ്യങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. പിന്നെ ഈ പറയുന്ന പോലെ ഇപ്പം വിളിക്കുന്ന പോലെ രാജ്യങ്ങളൊന്നും പോകണമെന്നില്ല, പോടാ അതിന്റെ പുല്ലെന്ന് പറയും. ഇപ്പൊ തന്നെ ഇവരുടെ കൂടെ നിൽക്കുന്ന ആരാ? ഈ യുദ്ധത്തിനകത്ത് റഷ്യ സഹായിക്കുന്ന ആരാ? ചൈന സഹായിക്കുന്നുണ്ട്. ഇന്ത്യ യുദ്ധക്കോപ്പുകൾ കൊടുക്കുന്നില്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ നാളെ പരിചയിച്ച യുദ്ധം ഉണ്ടാക്കുന്ന എല്ലാ സാധനം നമ്മൾ കയറ്റുന്നുണ്ട്. അല്ലെങ്കിൽ അവന്റെ ആവശ്യം പോലെ സാധനം മേടിച്ച് ഇറക്കുമതി കയറ്റുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ തിട്ടൂരം തന്നതിന് ശേഷം നമ്മൾ കൂടുതൽ സാധനമാണ് മേടിക്കുന്നത്. ഉത്തര കൊറിയ നിൽക്കുന്നില്ലേ, ഇറാൻ നിൽക്കുന്നില്ലേ, ചൈന നിൽക്കുന്നില്ല, ഈ രാജ്യങ്ങളെല്ലാം കൂടെ നിൽക്കുക. നാളെ കാലത്തെ ഈ പറയുന്ന പോലെ ശക്തി പ്രാപിച്ചാൽ, കൂട്ടായ്മ കൂടിക്കൊന്നാൽ ഇപ്പൊ ഈജിപ്റ്റ് കൂടെ വരുന്നു, അല്ലെങ്കിൽ GCC രാജ്യങ്ങൾ കൂടെ വരുന്നു, ബ്രിക്സിനകത്ത് വരിക. ഇവര് നാറ്റോയുടെ വിട്ട് സൈനിക രാജ്യം കൂടായി മാറി എന്ത് ചെയ്യും? നമ്മൾ പറഞ്ഞാലേ ഇന്ത്യ സൈന്യമായിട്ട് മോശം, ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തി അല്ലേ ഇന്ത്യ. ചൈന മോശം, ലോകത്തിലെ ഏറ്റവും നമ്പർ 1 ആയിട്ട് അമേരിക്ക എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് അപ്പുറമാണെന്നാ പറഞ്ഞത് റഷ്യ. ഈ 3 രാജ്യങ്ങൾ എന്താ, ഏത് രാജ്യത്തിന് ഒരു യുദ്ധം വന്നാൽ തന്നെ പിടിച്ചു വയ്ക്കാൻ പറ്റും? അതിന്റെ കൂടെ ബ്രസീൽ വരുമല്ലേ, സൗത്ത് ആഫ്രിക്ക വരുമല്ലേ, ഈജിപ്റ്റ് വരുമല്ലേ, ഏത് രാജ്യമാണ് മോശം? ഇറാൻ വരുമല്ലേ. അതുപോലെ GCC രാജ്യങ്ങൾ പല ചർച്ച ചെയ്തുകൊണ്ട് വരും. ഇനി പല നമ്മൾ പറയാത്ത പോലെ എന്തുവേണ്ടി രാജ്യങ്ങൾ വരും. അപ്പൊ ഇത് പണിയാവുമെന്ന് മനസ്സിലായി. അതാ ഇപ്പൊ ഈ ചർച്ച ചെയ്ത കാര്യം. അപ്പൊ ചർച്ച നടക്കുന്നതുകൊണ്ട് ഇന്നലെ ചർച്ചയ്ക്കകത്ത് പുടിൻ ഒന്നും പറഞ്ഞില്ലല്ലോ. പുടിനോട് ഒന്നും പറഞ്ഞില്ലല്ലോ. വളരെ മര്യാദയ്ക്കല്ലായിരുന്നു. അവിടെ ചെന്നപ്പോൾ പട്ടാളക്കാരെ കൊണ്ട് സല്യൂട്ട് ചെയ്യിക്കുന്നു, വിമാനങ്ങൾ മൂളിച്ചു കാണിക്കുന്നു, അല്ല ബഹുമാനത്തോടുകൂടി സ്വീകരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായി. പക്ഷെ പുടിന്റെ നിലപാട് വിട്ടൊരു കാര്യം സംസാരിച്ചില്ല. പുടിന്റെ നിലപാട്, അതിനകത്ത് അദ്ദേഹം പിടിച്ചെടുത്ത രാജ്യങ്ങൾ സ്ഥലം തിരിച്ചു കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. 30% പോലും യുക്രൈൻ പിടിച്ചെടുത്തു. അതിന് സമയം ഇനി ഓരോ ദിവസവും യുദ്ധം പിടിച്ചെടുത്തുകൊണ്ടേ ഇരിക്കുക. അതുപോലെ അതിനകത്ത് അങ്ങനത്തെ ഒരു കോംപ്രമൈസ് ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. വീണ്ടും ചർച്ച വരുമെന്ന് പറഞ്ഞ് യുക്രൈനെ പങ്കെടുപ്പിക്കാന്ന് പറഞ്ഞു. യുക്രൈനും ഈ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ പിടിച്ചെടുത്തത് തിരിച്ചു കിട്ടാതെ കോംപ്രമൈസിലേക്ക് പോകത്തില്ലെന്ന് പറയുന്നു. അപ്പം ഏതൊക്കെ രീതിയിലായാലും ഈ ചർച്ച വളരെ മര്യാദയ്ക്ക് കൊണ്ടുപോകണം. വീണ്ടും ഉടക്കി പോകണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഒരുപക്ഷെ ട്രംപ് പോകുന്നത് ഈ ഒരടക്കിൽ, അല്ലെങ്കിൽ ഈ തീരുമാനം വിട്ട് ഈ യുദ്ധം നിർത്തുന്നതിന് വേണ്ടി കടുംപിടുത്തം പിടിച്ച് ഞാൻ നിർത്തിയേ അടങ്ങും എന്നുള്ള രീതിയിലേക്ക് പോയാൽ അവരുടെ കയ്യിൽ നിന്നും, G7 രാജ്യങ്ങളുടെ കയ്യിൽ നിന്നും, നാറ്റോ രാജ്യങ്ങളുടെ കയ്യിൽ നിന്നും ഒക്കെ ഇപ്പോഴത്തെ ലോകക്രമം തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയാണ്. അതിനകത്ത് റഷ്യയുടെ കൂടെ നിൽക്കുന്നവരെ വിരട്ടാനും ഇന്ത്യക്ക് പുറത്ത് താരിഫ് ഉണ്ടാക്കാനും ഒക്കെ ശ്രമിച്ചത് വലിയൊരു കൊള്ളിയായിട്ട് ഇദ്ദേഹത്തിന് മാറിയിട്ടുണ്ട്. അത് എങ്ങനെയൊക്കെ ഈ പറഞ്ഞതുപോലെ അത് അമേരിക്കയ്ക്ക് അകത്ത് പ്രശ്നം ഉണ്ടാക്കി. ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെ വെല്ലുവിളിച്ച് അമേരിക്ക ലോകക്രമത്തിൽ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിനകത്തും വളരെ ആക്കം കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ചർച്ച. രണ്ടുപേർക്കും ചർച്ച വേണം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം വഷളാകാതെ പോകുന്നതിന് വേണ്ടി റഷ്യ ഒരുപക്ഷെ ശ്രമിക്കുന്നുണ്ടാവും. ലോകം ഈ രീതിയിലുള്ള പോക്കും ഒരു മസിൽ പിടുത്തമൊക്കെ പോയാൽ ഈ കൂട്ടായ്മ, RIC കൂട്ടായ്മയും ബ്രിക്സ് കൂട്ടായ്മയും ഒക്കെ അമേരിക്കയുടെ ഏകാധിപത്യ സംവിധാനത്തെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ കൊണ്ടുപോകും. അതുകൊണ്ട് നാളെ കാലത്തെ ഇപ്പം തീരുമാനമായില്ലെങ്കിലും തുടർ ചർച്ചകളും തീരുമാനം ഉണ്ടാകുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകും എന്ന് വേണം കരുതാൻ.
എന്തായാലും അലാസ്കയിൽ നടന്ന ട്രംപ് പുടിൻ ഒരു കൂടിക്കാഴ്ച, അതിനു പിന്നിൽ ഇന്ത്യയുണ്ടായിരുന്നു. ഇന്ത്യയും ആഗ്രഹിച്ച കൂടിക്കാഴ്ചയായിരുന്നു അത്. വ്യക്തമായി ട്രംപ് അത് പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരുവരും എടുക്കുന്ന ചില നിർണായക തീരുമാനങ്ങൾ, അല്ലെങ്കിൽ അമേരിക്ക അയവ് വരുത്തിയില്ലെങ്കിൽ അമേരിക്ക നേരിടേണ്ടി വരുന്ന ഭവിഷ്യത്തുകൾ, ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ട്രംപ് പുടിനുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് മുതിർന്നത്. വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത്.